ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി വന്ന ഭീമനെയൊക്കെ നമ്മുടെ മഞ്ജു ഒതുക്കിയില്ലേ. അപ്പം തന്നെ ഭീമന് മനസ്സിലായി ഇവളെ ഇനി തല്ലിക്കൊല്ലാൻ വന്ന നടക്കാത്ത കാര്യമാണ്. അവളൊരു പോലീസാണ്, അതുപോലെ ഗിരിയുടെ ഭാര്യയാണ്. ഗിരി പറഞ്ഞാൽ ഭീമന് നല്ല പേടിയുള്ള ഒരാളാണ്. അപ്പോൾ ഇനി ഇവളുടെ പിന്നാലെ നടക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ആള് പോയി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ശാലിനി സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ മഞ്ജുവിനെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ പണി ഉണ്ടാക്കിയിട്ട് നമ്മുടെ മഞ്ജുവിനെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞിട്ട് ഹോട്ടലിൽ പോയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അയാളുടെ തല്ലാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഞ്ജു കൈയൊക്കെ ഇതാക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്തിനാടി എൻ്റെ കൈയൊക്കെ പിടിക്കുന്നത്, നീ ആരാടി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. ആവശ്യമില്ലാണ്ട് മറ്റുള്ളവർ മേലെ തല്ലാൻ വേണ്ടി പോയി പറഞ്ഞ് ഞാൻ പിന്നെ നോക്കി നിൽക്കണം, ഞാനൊരു പോലീസാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ പോവാൻ നേരത്ത് നമ്മുടെ മഞ്ജു പറയും, മഞ്ജുവിനോട് ശാലിനി പറയും, എനിക്ക് കാറും തുറന്നു തരണം. എന്തിന്? എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. സെക്യൂരിറ്റി പണി പറയുമ്പോൾ ഇത്ര സമയം വരെ എന്നൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സെക്യൂരിറ്റി പണിയൊക്കെ കഴിഞ്ഞു, ഞാൻ പോവാണ് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു പോവാൻ നേരത്ത് നമ്മുടെ ഗിരി അങ്ങോട്ട് വണ്ടിയും കൊണ്ട് വരികയാണ് കേട്ടോ. വണ്ടിയും കൊണ്ട് വന്നിട്ട് നമ്മുടെ മഞ്ജുവിനെ ചേർത്തിട്ടില്ല. നമ്മുടെ ഗിരി ശാലിനിയോട് പറയും, നിനക്ക് നാണവും മാനവും കുറച്ചെങ്കിലും ഉണ്ടോ? നീ എന്തിനാണ് പിന്നെയും പിന്നെയും തല്ല് വാങ്ങിക്കിട്ടാൻ വേണ്ടി മഞ്ജുവിൻ്റെ അടുത്തേക്ക് വരുന്നത്? മഞ്ജു ആരാണെന്ന് എനിക്ക് നന്നായിട്ട് ഇപ്പം അറിയാം. നീ വെറുതെ അവളെ തല്ല് വാങ്ങിയിട്ട് നാണം കെട്ടിട്ട് ഇരിക്കാണ്ട് മിണ്ടാണ്ട് നിന്റെ പണി നോക്കി നീ പോയിക്കോ, അതാണ് എനിക്ക് നല്ലത്. ഇവൾ എൻ്റെ ഭാര്യയാണ്. ഇവൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അവൾക്ക് അറിയാം. അവളൊരു പോലീസാണ്. നീ ഇനി ഭീമനെ വിട്ടിട്ട് തല്ലിപ്പിക്കാൻ നിൽക്കണ്ട. അതിൻ്റെ ഒരു ആവശ്യമില്ല. നീ എന്തിനാണ് വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശാലിനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ശാലിനി ആകെ പെട്ട ഒരു അവസ്ഥയിലാണ്. അവരെന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ശാലിനിയോട് പറയുന്നത്. ശാലിനി ഇതെന്താണ്, എന്താ അങ്ങോട്ട് മറുപടി പറയേണ്ടതൊന്നും അറിയില്ല. എന്നിട്ട് പിന്നെയും നമ്മുടെ ഗിരി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗിരി നിർത്തുന്നില്ല. ഗിരി കിട്ടിയ ചാൻസ് കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ മഞ്ജുവിനെയും കൂടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാണിക്കുന്ന സീനാണ് നമ്മുടെ മഹിമ ഇപ്പോൾ ഒരു ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ്. മഹിമയ്ക്ക് എക്സാം ആണ് കേട്ടോ ഇന്ന്. അപ്പം എക്സാമിന് പോവാൻ നേരത്ത് വന്നത് നമ്മുടെ മഞ്ജുവിൻ്റെ ഒപ്പമാണ്. അപ്പോൾ മഞ്ജുവിനെ കണ്ടപ്പോൾ അബിയുടെ ഫ്രണ്ട്സ് വിചാരിച്ചു ഇനി ഇവളുടെ പ്രശ്നങ്ങളൊക്കെ മഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അവളുടെ ചേച്ചി പോലീസല്ലേ. എടാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൾ എക്സാം അല്ലേ, അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതായിരിക്കും, നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ പേടിക്കണം പറഞ്ഞിട്ട് അബി ഫ്രണ്ട്സിനെയൊക്കെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ, കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് പിന്നെ അബിയും ഫ്രണ്ട്സും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കും. നീ എങ്ങാനും എക്സാം എഴുതിയ അപ്പോഴുള്ളൂ എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാലോ, ഞാൻ പിന്നെ പറയണ്ടല്ലോ പറഞ്ഞിട്ട് പറയണം. ഞാൻ പറയണ പോലെ നീ മൂവ് ചെയ്യണം. നീ ഇപ്പോൾ തിയേറ്ററിലേക്കാണ് പോകേണ്ടത്. തിയേറ്ററിലേക്ക് പോയിട്ട് ടിക്കറ്റ് എടുത്ത് നീ മൂവി കാണണം. അല്ലെങ്കിൽ എക്സാം എഴുതി പറഞ്ഞാൽ പിന്നെ ഇതൊന്നും ആയിരിക്കില്ല എൻ്റെ സ്വഭാവം പറയണത്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പറയുന്നുണ്ട്. എന്നിട്ട് മഹിമ അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് മൂവി കാണാനൊക്കെ പോകുന്നുണ്ട്. അത് അബിയുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ടിനെ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അബി പറയും, അത് സൂപ്പറായി, ആ വീഡിയോ എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അവളെ എങ്ങനെ ദ്രോഹിക്കാം, അവളെ എങ്ങനെ ഉപദ്രവിക്കാന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു വീട്ടിൽ ഒരാളുണ്ട്, സ്വപ്ന, അവൾക്ക് തന്നെ അയച്ചു കൊടുക്കുക. അപ്പോൾ അവൾ തന്നെ അവൾക്കിട്ടൊരു പണി കൊടുക്കും. ഇപ്പോൾ അവൾക്ക് ഇവിടെ മാത്രമല്ലേ സങ്കടപ്പെട്ട് നടക്കേണ്ട ആവശ്യമുള്ളൂ, ഇനി വീട്ടിലും കുറച്ച് അവൾ സമാധാനവും ഒന്നും ഇല്ലാണ്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അബി നമ്മുടെ മഹിമനെ എങ്ങനെയൊക്കെ ഇതാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ മഹിമ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അബി അപ്പം തന്നെ സ്വപ്നയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ പറയണ്ടല്ലോ, അവള് എന്തെങ്കിലും കിട്ടട്ടെ എന്തായാലും മഹിമ എന്തോ ഒരു ആപത്തിൽ പോയി പെട്ടിരിക്കണമെന്ന് സ്വപ്നയ്ക്ക് മനസ്സിലായി. സ്വപ്ന അത് വെച്ച് അങ്ങോട്ട് ആളാവാ എന്നൊക്കെ ഒരു ചിന്തയിലാണ് നടക്കുന്നത്. അവൾക്ക് ആ ഒരു വീഡിയോ കിട്ടിയപ്പോൾ തന്നെ അവളെന്തോ വലിയൊരു ലോട്ടറി അടിച്ച പോലെയുള്ള ഒരു ഇതിലാണ് കേട്ടോ. അവളിപ്പോൾ ആനന്ദ സന്തോഷത്തിൽ നടക്കുകയാണ് കേട്ടോ അവളിപ്പോൾ. എന്നിട്ട് പിന്നെ മഹിമ മൂവിയൊക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് കരഞ്ഞോണ്ട് വരികയാണ് കേട്ടോ. എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, എൻ്റെ അച്ഛൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അത്, എനിക്കത് നേടാൻ പറ്റിയില്ല, ഞാൻ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്, പോയി ചത്തൂടെ എന്നൊക്കെ അവൾ തന്നെ അവളെ കുറിച്ച് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ പ്രാഗിയിട്ട് വരികയാണ് കേട്ടോ. കണ്ണിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ നമ്മുടെ മഹിമൻ്റെ. അത്രയും സങ്കടമുണ്ട് അവൾക്ക്. MBBS പറയുമ്പോൾ അവൾക്ക് ജീവൻ്റെ ജീവനായിരുന്നു, അതിന് എക്സാം എഴുതാൻ പറ്റിയില്ല പറയുമ്പോൾ അവൾക്ക് എത്ര തന്നെ ഉണ്ടാകും. എന്നിട്ട് അവൾ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എന്താ ചെയ്തത്, എക്സാമിൻ്റെ സമയത്ത് മൂവിയൊക്കെ കാണാൻ പോയത് ഇവിടെയൊക്കെ അറിഞ്ഞു പറഞ്ഞാൽ എന്തായിരിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും
ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് മഞ്ജുവും ഗിരിയും കൂടി കയറി വരികയാണ്. കയറി വരുമ്പോൾ എന്താണ് മോളെ, എന്താണ് മാഡം പരിപാടി, എന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണ കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല കൊണ്ട് പറയും. അപ്പോൾ നമ്മുടെ മഞ്ജു എന്താ മോളെ പറ്റിയത്, പരീക്ഷ നല്ല പാടായിരുന്നു? ഇല്ല ചേച്ചി, പാടൊന്നും ആയിരുന്നില്ല. പിന്നെ എന്തിനാ നീ ഇത്ര വിഷമിച്ചിരിക്കുന്നത്, എന്താ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഗിരിയും ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മുടെ സ്വപ്നൻ്റെ എല്ലാ തെളിവുകളും സ്വപ്നയും പാനോമയും കൂടി കയറി വരികയാണ്. അപ്പം മഹിമന്റെ ആ വാക്ക് കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ല ചേച്ചി, എന്താ നീ ഇപ്പൊ പറഞ്ഞ വേണ്ടി നമ്മുടെ സ്വപ്നം കയറുകയാണ് കേട്ടോ. എന്താ നീ ഇപ്പൊ പറഞ്ഞ്, നിനക്ക് പരീക്ഷ സിമ്പിൾ ആയിരുന്നോ, എന്താ പറഞ്ഞ വേണ്ടി പിന്നെയും ചോദിക്കണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗിരി പറയുന്നത്, എനിക്ക് എന്താ ഇപ്പൊ വേണ്ടത്, അവള് നിന്നെ പോലെ ഒന്നല്ല, നീ പരീക്ഷ എഴുതില്ല, പരീക്ഷ എഴുതാലും ജയിക്കാണ്ട് ഇങ്ങനെ നടക്കല്ലേ, പഠിക്കൂല ഒന്നുമില്ല. പക്ഷേ മഹിമ അങ്ങനെയല്ല. മഹിമ പരീക്ഷ പഠിക്കാണ്ടാണെങ്കിലും അവൾ എങ്ങനെയെങ്കിലൊക്കെ ജയിക്കും, നീ അങ്ങനെയല്ല, നീ ഫുള്ള് പാഴാണ്, നിന്നെ പഠിപ്പിച്ചതൊക്കെ വെറുതെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവള് കുറെ കുറ്റപ്പെടുത്തും ട്ടോ. ആ ശരി ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, പരീക്ഷ എഴുതാണ്ട് പാസ്സാവണ അത്രയ്ക്കൊക്കെ അവൾക്ക് വെളിവുണ്ടോ, ബുദ്ധിയുണ്ടോ എന്നൊക്കെ ചോദിക്കണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഗിരി ചോദിക്കും, എന്താ നീ പറഞ്ഞു വരുന്നത് കൊണ്ട് പറയും. അതുപോലെ നമ്മുടെ മഞ്ജുവും ചോദിക്കട്ടെ, നീ എന്തൊക്കെയാ പറയണത് സ്വപ്നെ, എന്താ മഹിമ ഇവളിങ്ങനെയൊക്കെ പറയണത്, എന്താ കാര്യം പറയും പറഞ്ഞിട്ട് മഞ്ജു ചോദിക്കാൻ കേട്ടോ. അപ്പൊ സ്വപ്ന പിന്നെയും പറയും, എന്താടി മോളെ നിനക്കിപ്പോ അല്ലെങ്കിൽ നിനക്ക് വലിയ നാവായിരിക്കുമല്ലോ, എനിക്കെന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ കൊണ്ട് ചോദിക്കാൻ കേട്ടോ മഹിമയോട്. അപ്പോൾ മഞ്ജു ചോദിക്കും, എന്താ മോളെ പ്രശ്നം, സ്വപ്ന എന്തൊക്കെയാ പറയണത്, എന്തിനെ കുറിച്ചാ പറയണത് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു മഹിമയോട് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ സ്വപ്ന പറയും, അവൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും, എല്ലാവരുടെ മുന്നിലും പഠിപ്പിച്ചിട്ടും നല്ലവളായിട്ടും എന്നെ നാണം കെടുത്തിയിട്ടും അവളാണ് ഏറ്റവും വലുത് എന്നൊക്കെ നിങ്ങൾ കരുതിയതായിരുന്നില്ലേ, എന്നിട്ടിപ്പോൾ എന്താണ്, പരീക്ഷയുടെ ദിവസം അവള് കറങ്ങാൻ പോയിരിക്കണു എക്സാം എഴുതാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണത്. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്ക് ആവണം കേട്ടോ. ഒട്ടും അവളിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അതൊക്കെ കേട്ടപ്പോൾ എന്താ ഇവൾ ഇങ്ങനെയെന്നൊക്കെ ഗിരിയും മഞ്ജും എല്ലാവരും നെട്ടാണ് കേട്ടോ. എന്നിട്ട് ഭാനുമ ചോദിക്കണ്ടേ, എന്താ മോളെ നീ മഹിമനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണത്, ഓ മഹിമനെ കുറിച്ച് ഇങ്ങനെയൊക്കെ വേണ്ടാത്തത് കുറച്ച് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്രയൊക്കെ നൊന്തൂലേ, എന്നെ മിക്ക ദിവസവും ഗിരിയേട്ടൻ എന്തൊക്കെയാ പറയണത്, എന്നിട്ട് അമ്മയ്ക്ക് ഒരു വിഷമോ സങ്കടമോ ഒന്നും കാണാറില്ലല്ലോ, ഇവളെ പറയുമ്പോഴേക്കും എന്താണ് എവിടെ നിന്നൊക്കെയാണ് ഇത് വരുന്നത്, അവളൊരു പഠിക്കുന്ന കുട്ടിയാണ്, നല്ലവളാണ് എന്നൊക്കെയല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, അവള് പഠിക്കണമില്ല, അവളിപ്പോ ഫുൾ ഉഴപ്പാണ് പറഞ്ഞിട്ട് സ്വപ്ന അവളെ കുറിച്ച് മഹിമനെ കുറിച്ച് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്വപ്ന പറഞ്ഞല്ലോ, ഞാനിപ്പോ നല്ലവളല്ല, മിക്ക ദിവസം എന്നെ ഗിരിയേട്ടൻ ചീത്ത പറയുമല്ലോ, നമുക്ക് പറഞ്ഞിട്ട് പറയുമ്പോൾ ഗിരി പറയും, അതൊക്കെ ശരി തന്നെയല്ലേ, ഞാൻ വെറുതെ ഒന്നും പറയില്ലല്ലോ, നീ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ വേണ്ടത് കണ്ടു പറഞ്ഞ പറയും, അതിനെന്താ ഇപ്പൊ കുഴപ്പം പറഞ്ഞിട്ട് ഗിരിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ശരി ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു കൊണ്ട് സ്വപ്ന പറയണേ. എന്നിട്ട് പറയും, ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് എന്നിട്ട് പറയണം. എന്നിട്ട് നമ്മുടെ മഹിമയോട് ചോദിക്കണം, എടി നീ ഇന്ന് എക്സാം എഴുതിയാ എന്നിട്ട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ മഹിമ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ സ്വപ്ന പറയും, ഇതിനൊക്കെ എന്താ അർത്ഥം, മൗനം തന്നെയാണ് സത്യം, അവള് എക്സാം എഴുതിയിട്ടില്ല എന്നിട്ട് പറയണം. ഇതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ആദ്യം അയച്ച വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അപ്പൊ എല്ലാവരും അത് കണ്ട് ഷോക്ക് ആവുകയാണ് കേട്ടോ. നമ്മുടെ മഹിമയും ഷോക്ക് ആവുന്നുണ്ട്. മഹിമ ഒട്ടും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല, ആരും അറിയില്ല എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എല്ലാവരും അറിഞ്ഞില്ലേ, ഇനി അവൾ എന്ത് പറയും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെയും സ്വപ്നം ചോദിക്കുന്നുണ്ട്, നിന്റെ പരീക്ഷ നടന്ന ദിവസം തന്നെയല്ലേ ഈ വീഡിയോ ഈ ഇവിടേക്ക് പോയത് കൊണ്ട് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മഹിമയ്ക്കല്ല, മഞ്ജുവിന് ദേഷ്യം വന്നിട്ട്, ഇത് കണ്ടത് ഇതൊക്കെ സത്യമാണോ, പറയും മഹിമയെ പറഞ്ഞിട്ട് ചോദിക്കണ്. ആ ഇത് സത്യമാണ്, ഞാൻ ഇന്ന് എക്സാം എഴുതിയിട്ടില്ല, ഈ ഇതിലുള്ള ആള് ഞാൻ തന്നെയാണ് പോരെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് കേട്ടോ. മഹിമയ്ക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല, മഹിമ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായില്ലേ, പരീക്ഷ എഴുതാണ്ട് കാമുകന്റെ കൂടെ കറങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് അവള്. കാമുകനോ, നീ വേണ്ടാത്തൊന്നും പറയണ്ട പറഞ്ഞിട്ട് ഗിരി സ്വപ്നയോട് പറയുന്നുണ്ട്. ഞാൻ വേണ്ടാത്തതൊന്നുമല്ല പറയണത്, പിന്നെ അവൾ ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയിട്ട് എന്ത് കാട്ടണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നയും ചോദിക്കുന്നുണ്ട് കേട്ടോ ഗിരിയോട്. അപ്പൊ ഗിരിക്ക് ഒന്നും പറയാനില്ല, എന്താ പറയണ്ടെന്ന് ഇതൊക്കെ കണ്ടപ്പോ പിന്നെ എന്താ പറയാന്ന് അറിയാണ്ട് ആളും മൗനം പാലിക്കാണ് കേട്ടോ. ഞാൻ തിയേറ്ററിലും പാർക്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പുറകെ നടന്ന് കണ്ടുപിടിക്കാൻ ഗിരിയേട്ടനും മഞ്ജുവിനും നല്ല ആവേശമായിരുന്നല്ലോ, ഇപ്പൊ എന്തേ ഒന്നും ഇല്ലേ, സ്വന്തം അനിയത്തി ഇങ്ങനെയൊക്കെ ആപത്തിൽ പോയി ചാടുമ്പോൾ ഒന്നും അറിയണമില്ല ഒന്നും കേൾക്കണമില്ല അല്ലേ, അവളെവിടെയോ ഒരു വലിയൊരു കുഴിയിൽ പോയി ചാടിയിട്ടുണ്ട്, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നം വലിയൊരു നല്ലൊരു ഡയലോഗ് കളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ.
ഇതൊക്കെ കേട്ട് നമ്മുടെ മഞ്ജുവിനും ഗിരിക്കും ഇവളിനെ കുറിച്ചുള്ള ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ പോയി. ഇവളെന്താ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ സ്വപ്നന് മുന്നിൽ മഹിമനെ കുറിച്ചിട്ട് ഓരോന്നും പറഞ്ഞിട്ട് വലിയൊരു സ്ഥാനത്ത് നിർത്തണല്ലേ. ഇപ്പൊ അവളെ കുറിച്ച് ഒന്നും പറയാനില്ലാണ്ട് രണ്ടാളും വിഷമിച്ച് നിൽക്കാണ് കേട്ടോ. മഞ്ജുവിന് വിഷമമുണ്ട്, സങ്കടമുണ്ട്. എന്നിട്ട് നമ്മുടെ മഞ്ജു മഹിമനെ തല്ലാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗിരി അത് വേണ്ട, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, വേണ്ട വേണ്ട പറഞ്ഞിട്ട് അവൾക്ക്, അല്ലാണ്ട് അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ മഞ്ജു, വേണ്ട പറഞ്ഞിട്ട് തല്ലാൻ പോണെന്നൊക്കെ എതിർക്കുകയൊക്കെ ചെയ്യണ്ട. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.